ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച് കുറച്ച് സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരം തരാൻ വേണ്ടി വന്നേ. എന്താണെന്ന് വെച്ചാൽ ഡോറയ്ക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം എങ്ങനെ ഉണ്ടെന്നും എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നും ആരാണ് ഡോക്ടറെന്നും എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ഷോർട്സ് ഇട്ടാലും ലോങ് വീഡിയോ ഇട്ടാലും ചോദിക്കുന്ന ചോദ്യമാണ് ഡോറയ്ക്ക് എന്താണ് അസുഖം എന്നുള്ളത്. അതും നമ്മൾ ഒരുപാട് തവണ പറഞ്ഞൊരു കാര്യമാണ്. റുമറ്റോയിഡ് ആർത്രൈറ്റീസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഡോറയ്ക്കുള്ളത്. അതായത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആമവാദം എന്ന് പറയും. അതാണ് നമ്മുടെ ഡോറയുടെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 6 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ചുരുക്കത്തിൽ അത് മാത്രം ഒന്ന് പറഞ്ഞു പോകാം, എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ പറയാം. അപ്പോൾ അതിനുശേഷം പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്തതിന് ശേഷം മാറ്റമൊന്നും ഇല്ലായിരുന്നു. പിന്നെ +2 പഠിക്കുന്ന സമയത്ത് ഇതാണ് അസുഖം എന്നുള്ളത് കണ്ടുപിടിക്കുന്നതൊക്കെ. പിന്നെ അതിനുശേഷം ഹോമിയോയുടെ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു. പക്ഷേ എങ്കിലും നടന്നു തുടങ്ങിയെങ്കിലും വലിയ മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കല്യാണം കഴിയുന്ന സമയത്ത് നല്ല രീതിയിലൊക്കെ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, ഒരു കുഴപ്പമില്ല, ഡാൻസും കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് എല്ലാം അറിയാമല്ലോ, ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും. ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് മെഡിസിറ്റിയിലാണ്. അത് നമുക്ക് ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തൊരു നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് ഒന്ന് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ഷേണായി കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ കൂടുതലും പേര് കമന്റ് ചെയ്തു. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ അത്രയും ദൂരം പോയി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻസിൻ്റെ രീതികളൊക്കെ വെച്ചിട്ട് നമ്മളാണെങ്കിൽ നമുക്ക് കിട്ടിയൊരു ട്രീറ്റ്മെൻറ്റ്, നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഡിസിറ്റി ആയിരുന്നു. ഡോക്ടർ അശ്വിൻ. അതെ, മെഡിസിറ്റിയിലെ ഡോക്ടർ അശ്വിൻ റൊമറ്റോളജി സ്പെഷ്യലിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഡോറയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യത്തെ മാസത്തിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 18 ദിവസം ആയിട്ടുണ്ട്. 18 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ 2 ദിവസം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 19 ദിവസം, ടോട്ടൽ 19 ദിവസമായിട്ടുണ്ട്. അപ്പം ഈ ഒരു 19 ദിവസത്തെ ഒരു അപ്ഡേഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡോറ എന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ പറയുന്നതിനേക്കാളും നല്ല ഡോറ പറയുന്നതായിരിക്കും നല്ലത്. നല്ല രീതിയിൽ മാറ്റമുണ്ട്. കാരണം നമ്മുടെ മുന്നുള്ള വീഡിയോസിലൊക്കെ അറിയാം, ഭയങ്കരമായിട്ട് പെയിനും കരച്ചിലും വേദനയൊക്കെ ആയിട്ടുള്ള വീഡിയോസും ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം കുറച്ച് ഈ ഒരു ട്രീറ്റ്മെൻറ്റോടുകൂടി പെയിൻ കില്ലേഴ്സ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തു. വേണ്ട, കാരണം ദൈവം സഹായിച്ചു. പിന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കാം പെയിൻ കില്ലേഴ്സ് കഴിക്കേണ്ടി വരുന്നില്ല. കാരണം സഹിക്കാവുന്ന ഒരു വേദനയുള്ളൂ. കൂടുതലും ജോയിൻസിനാണ് വേദന. ഇപ്പോൾ ഉള്ളത് 2 ഷോൾഡറിനും പോയി ഗൈസ്. നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ്, ഇതിൻ്റെ ഫ്രണ്ടിൽ ഫ്ലാഷ് ലൈറ്റ് ഇല്ലല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഡോറയുടെ ഫ്ലാഷ് ലൈറ്റ് എടുക്കാം. കണ്ട, അവളുടെ ഫോണിൽ എന്റെ ഫിംഗർ മാറ്റി. എന്റെ ഫിംഗർ ആയിരുന്നു ഇതിനകത്ത് കിടന്നിരുന്നത്. അപ്പൊ ഇച്ചാന്റെ 2 ഫോണിലെ ഫിംഗർ എന്റെ ആണോ? അല്ല, നാസിയുടെ ഇച്ചാന്റെ ഉണ്ട്, എന്റെ ഇല്ല. ഇല്ല, നാസിയുടെ ഫിംഗർ ഇല്ല. പേര് എന്നെ മാത്രമേ ഉള്ളൂ, നാസിയുടെ അല്ല, ഫിംഗർ ഇല്ല. കഴിച്ചു തന്നായിരുന്നു. ഓക്കെ. അല്ല, അത് എന്നാ ഐഡി? എന്തേലും ആട്ടോ. അയ്യോ ഇനി അങ്ങനെ പറയുമ്പോ അടുത്തത് വരും. കുറച്ചിട്ടായി പോയി. അപ്പൊ പെയിൻ കില്ലേഴ്സ് ഒക്കെ മാറ്റി. ജോയിന്റ്സിനൊക്കെ ഇപ്പോഴും വേദനയുണ്ട്, പക്ഷെ കൂടുതലും കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നടക്കാനും കുറച്ചുകൂടെ കാല് പൊക്കി വെക്കാനും കുറച്ചുകൂടെ ഒരു മൊത്തത്തിൽ ബോഡിയിൽ നല്ലൊരു അയവ് ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ ഭയങ്കരമായിട്ട് പിടുത്തം വെച്ചിട്ടിരുന്ന് നടക്കാനും എഴുന്നേക്കാനും കിടക്കാനും ഒക്കെ ഉണ്ടായിരുന്നൊരു ഒരു സിറ്റുവേഷൻ മാറിയിട്ട് ഇപ്പം കൂടുതലായിട്ട് ബോഡിയെല്ലാം നല്ല രീതിയിൽ അയഞ്ഞു ഇച്ചിരി ആക്റ്റീവായി. ഈ തവണ ചെന്നപ്പോൾ അതുകൊണ്ട് സിസ്റ്റർമാരൊക്കെ പറഞ്ഞു ഫസ്റ്റ് വന്നതിനേക്കാളും മുഖത്തൊക്കെ കുറച്ചുകൂടെ ഒരു തെളിച്ചു. കാരണം ഫസ്റ്റ് വന്നപ്പോൾ വേദനയും ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത്. ഇപ്പം ആളാകെ മാറി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും അവരെന്നിട്ട് ഡോക്ടറെ കൊണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തോന്നുന്നു ഡോക്ടർ സിസ്റ്ററുടെ പേര് മറന്നുപോയി. നമ്മുടെ ലാസ്റ്റ് സംസാരിച്ച സിസ്റ്ററുടെ അതെ പേര് പറഞ്ഞായിരുന്നു, ഞാൻ ചോദിക്കാൻ ചെയ്ത പേര് ഓർക്കുന്നില്ല. സിസ്റ്റർ കൊണ്ട് കാണിച്ച് അങ്ങനെ ഡോക്ടർക്ക് നമ്മൾ മനസ്സിലായി. ഡോക്ടർ ശരിയായിട്ട് പിന്നെ ഈ തവണ ഒരുപാട് പിടിച്ചൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് മാറ്റം വന്നു. അപ്പം ഞാൻ ഡോക്ടർ തന്നെ പറഞ്ഞ് പോയി നമ്മളിങ്ങോട്ട് ഇറങ്ങാൻ നേരത്തിനൊക്കെ സന്തോഷം എന്ന് 2-3 ഡോക്ടർ പറഞ്ഞു. അപ്പം നമുക്കും നല്ല ഹാപ്പിയായി. കാരണം നമ്മൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് കൂടുതലും അത് കൊള്ളാം, ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. കാരണം നമ്മൾ ആയുർവേദത്തിലും അതുപോലെ ഒരുപാട് ഇതിലെടുത്തെങ്കിലും നമുക്ക് ആ ഒരു സമയത്തേക്കുള്ള മാറ്റം ഉള്ളായിരുന്നു. പക്ഷെ ഇത് കുറച്ച് ഇമ്പ്രൂവ് ഉണ്ട്. എന്തായാലും 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ കഴിക്കണം എന്നാണ് പറഞ്ഞത്. കുറച്ച് റേറ്റൊക്കെ ആവും എല്ലാം കൊണ്ടും, എന്നാലും നമുക്ക് ബെറ്ററായി നടന്ന്
എല്ലാം ശരിയാവും എന്നുള്ള ഇല്ല, പ്രതീക്ഷ. നേരത്തെ നമുക്ക് സാമ്പത്തികം തീരെ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പം അതനുസരിച്ച് നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക, ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ കിടന്ന് ജീവിക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മളെ എന്തായാലും മരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്. നമുക്കറിയാം, നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനും പറ്റത്തുള്ളൂ. എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ഇറങ്ങിപ്പോകാനും മരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ സമയത്തൊന്നും നല്ല ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ആകെ നമ്മൾ കരുനാപ്പള്ളിയിലെ ഒരു ഫിസീഷ്യനെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ്റെ അതാണ് കാരണം, ട്രീറ്റ്മെന്റ് നമ്മള് അസുഖത്തിന്റെ ഡോക്ടറെ അല്ല. ഇപ്പൊ എനിക്ക് ഇത്രയും കൂടിയ സമയത്തും പലരും പറഞ്ഞു ഇങ്ങനെ പെയിൻ കില്ലറും ഇതും കാണിക്കാതെ ഭാഗ്യം. വന്നു. കാണിക്കാതെ എന്താ അത് ഈ അസുഖത്തിൻ്റെ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. കാരണം ഇനി പോകും തോറും അവയവങ്ങളും ഇതിന് കണ്ണിന് ബാധിക്കും, ഹാർട്ടിന് ബാധിക്കും, ഉള്ളിലുള്ള എല്ലാ ഓർഗൻസിനെ ഇത് ബാധിക്കും കൂടുതലായി. ഇപ്പം തന്നെ ഇത്രയും വർഷമായതുകൊണ്ട് ജോയിൻറ്റുകളെല്ലാം സ്റ്റക്കായി. അതുകൊണ്ട് ഒരുപാട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ പിന്നെ ഒരു കാര്യം, സ്കാൻ ചെയ്തത് മറ്റേ എന്തുവായിരുന്നു, ലിവർ ഫംഗ്ഷൻ, ലിവറിന്റെ സൈസ് അറിയാനും അതിന്റെ ഫങ്ഷൻസും കാര്യങ്ങളും ഫൈബർ എന്തോ ഒരു പറഞ്ഞു, അതിനകത്തോട്ട് എന്തോ ആയിട്ടുണ്ടോ. കാരണം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും റൊമറ്റോളജിസ്റ്റ് ഈ ഒരു ടെസ്റ്റ് പ്രിഫർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ, കാരണം കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ അറിഞ്ഞ് മാത്രമേ നമുക്ക് മെഡിസിൻസ് ഡോസ് കൂട്ടിയും അതുപോലെ എല്ലാം ചെയ്ത് തരാൻ പറ്റത്തുള്ളല്ലോ. ഇപ്പം ഈ തവണ പോയപ്പം ഡോസ് കൂട്ടിയതിൻ്റെ ഡോസ് കുറച്ചു, ഡോസ് കുറച്ചതിൻ്റെ ഡോസ് കൂട്ടി, അങ്ങനെയൊക്കെ മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബെറ്ററായി വരുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കെന്തായാലും നല്ല രീതിയിൽ പണ്ടെന്ന് വെച്ചാൽ എൻ്റെ മുട്ട് എന്തായാലും നുവരത്തില്ല, പക്ഷെ അല്ലാതെ തന്നെ എനിക്ക് നടക്കാനും ചെയ്യാനും പറ്റുമായിരുന്നു. ഇപ്പോൾ വണ്ടി ഓടിക്കാനും പിടിച്ചാൽ തന്നെ ആരെങ്കിലും പിടിച്ചാൽ വണ്ടിയിൽ കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയെങ്കിലും ആയി ഒക്കെ പോകണം. പിന്നെ ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ്, എനിക്ക് ജോലിക്ക് പോകണമെന്ന് ഭയങ്കര. അതുപോലെ എനിക്ക് കുറേ ദിവസം കൊണ്ട് ഞാൻ പറയുന്നത് ആഗ്രഹം എന്തോ, എനിക്ക് വണ്ടി ഓടിക്കണം. അത് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി ആയത്, നമ്മൾ നാസിക്ക് കൊടുത്തൊരു വണ്ടിയായിരുന്നു, നാസിക്കൊക്കെ വിറ്റൊരു വണ്ടി പപ്പാടെ. അത് നമ്മൾ തിരിച്ച് മേടിച്ചിട്ട് അത് ഇവർക്ക് വേണ്ടി ഇവളുടെ വണ്ടി കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ശരിയാക്കി കൊടുക്കാം എന്നുള്ളൊരു മൈൻഡിലിരിക്കുകയാണ്. അപ്പം അതിൻ്റെ എന്തായാലും ചെയ്യണം, അതും കൂടെ ചെയ്യണം. അവൾക്ക് അത് ഭയങ്കര ആഗ്രഹം. ഇന്നലെ പിടിക്കാതെല്ലാം എൻ്റെ കുട്ടി ഞങ്ങളെ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ഒരുപാട് പേര് ഇപ്പം അതുകൊണ്ട് വണ്ടി ഓടിക്കും. അപ്പം ഞാൻ ദേശം എൻ്റെ കുട്ടി വണ്ടി വന്നെന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. ജോലിയുടെ നമ്മൾ 2 എണ്ണം വന്നു, പക്ഷെ കിട്ടിയില്ല. ഇനിയും ട്രൈ ചെയ്യും. ഇപ്പം പിന്നെ ഒത്തിരി മാറ്റമുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. മറ്റേത് നമ്മൾ ഷോർട്സ് ഇട്ടാലും വേറെ എന്ത് വീഡിയോസ് ഇട്ടാലും ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് ഡോറയ്ക്ക് വേദനയാണ്, ഇന്ന് ഡോറ തലചുറ്റി കിടക്കാണ്, ഇന്ന് ഡോറയ്ക്ക് വയ്യ എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു കാര്യം, ഇപ്പം തലചുറ്റലില്ല, അത് ആ മെഡിസിൻ്റെ ആയിരുന്നു കേട്ടോ. ആ മെഡിസിൻ ആയത് ഫിസിഷ്യൻ തന്ന മെഡിസിൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് BP ലോ ആയി പോവായിരുന്നു. ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, പെട്ടെന്ന് അസ്വസ്ഥത ഉണ്ടായി. പിന്നെ ഒരു 2-3 മണിക്കൂറത്തേന് കിടക്കണം, എന്നാലേ അസ്വസ്ഥത മാറത്തുള്ളൂ. അതിപ്പം കഴിച്ചിട്ട് പുറത്തു പോയാലും, ഒരു തവണ ഞങ്ങൾ വൈകുന്നേരം കഴിച്ചിട്ട് പുറത്തോട്ട് പോയി, ആ സമയത്ത് എനിക്ക് ഇതുപോലെ ഉണ്ടായി. ഞങ്ങൾ പോയിട്ട് തുപ്പാശ്ശേരി പോയി തുണി എടുത്തിട്ട്, അന്ന് നമ്മുടെ ലുട്ടാപ്പിയും ആര്യയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് തുണിയെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ സഫയാർ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കാൻ കയറി കൈയും കഴുകി കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് പെട്ടെന്ന് തലറക്കം വന്നു. പിന്നെ കഴിച്ചില്ല ഞാൻ, ഇവക്കുള്ളത് പാഴ്സൽ ചെയ്തെടുത്തു. ഞാനിട്ട് ഇച്ചാൻ്റെ കയ്യിൽ ഇങ്ങനെ കിടന്ന് കണ്ണുപോലും തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ തിരിച്ച് രാത്രി 8-9 വരെ വീട്ടിലെത്തിയപ്പോൾ അത് ഓക്കെ ആയത്. അപ്പം അതുപോലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും എനിക്ക് മാറിയിട്ടുണ്ട്. ഇനി ESR നമ്മുടെ ശരീരത്തിൽ ഇപ്പം 93 ആയിരുന്നു ലാസ്റ്റ് നോക്കുമ്പോൾ. ESR 93, ഇൻഫെക്ഷൻ 26% ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ബ്ലഡിൽ. അപ്പം അതൊക്കെ മാറിക്കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. കാരണം എനിക്ക് പണ്ട് ഞാൻ ഇതുപോലെ ആയിരുന്നു. അപ്പോഴെനിക്ക് ESR കൂടി കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ശരീരത്തിലോട്ട് അങ്ങനെ ESR നോർമലി ഒരു വ്യക്തിക്ക് കൂടുമ്പോൾ നമുക്ക് ബോഡി പെയിൻ ഉണ്ടാവുമല്ലോ, നടുവിന് ജോയിൻസിന് എല്ലാം പെയിൻ ഉണ്ടാവുമല്ലോ. ഇവക്ക് ഇത്രയും ESR ഒരു 30-35 ആവുമ്പോൾ തന്നെ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും, സഹിക്കാൻ വയ്യാത്ത. അപ്പം 107 ആയിരുന്നു ഇവളുടെ ESR. നേരത്തെ നോക്കുന്ന 103 ESR അത്രയും ഉണ്ടായിരുന്നു. അത് ഇപ്പം കുറഞ്ഞു വരും. ഇപ്പം നോക്കില്ല കേട്ടോ, ലാസ്റ്റ് നോക്കുമ്പോൾ 93 ആയിരുന്നു, 77 എങ്ങാണ്ട് ആയിരുന്നു. അതിൽ നിന്ന് പിന്നെ വീണ്ടും 93 കയറുക ചെയ്തത്. അപ്പം പിന്നെ നമ്മൾ നോക്കിയിട്ടില്ല. ഇപ്പം 15 ദിവസത്തിന് മുമ്പ് നമ്മൾ നോക്കിയത് ESR.
അല്ല അത് കുറഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചുകൂടെ ഓക്കെ. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നേരത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എപ്പോഴും വേദനയാന്ന് പറയാൻ വേദന ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ, ഈ തീരെ ഇല്ല എന്ന് പറയുന്നില്ല. അല്ല അങ്ങനെ മാറത്തില്ല ഈ വേദന, ഈ അസുഖവും അങ്ങനെ പൂർണ്ണമായിട്ടും മാറത്തില്ല. നമ്മുടെ വേദനകൾ കുറച്ച് ഇതിൽ ഇമ്പ്രൂവ് ആക്കാന്നേ ഉള്ളൂ. അതുപോലെ കൈ ഇപ്പോഴും ഇത്രയൊക്കെ തന്നെ മുന്നോട്ട്, പക്ഷെ അങ്ങനെ വേദന ഒരുപാട് ഭയങ്കര വേദന അങ്ങനത്തെ ഒരു ഇതില്ല. കൂടുതലും കുറച്ച് ആക്റ്റീവ് ആകാൻ ശ്രമിക്കാം. അല്ല ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് ചിലപ്പം ഒരാഴ്ച കൂടുമ്പോൾ ചിലപ്പോൾ ഒരു 4-5 ദിവസം കഴിയുമ്പോഴായിരിക്കും ഒരു വട്ടം പറയുന്നത് ഒന്ന് വേദന എടുക്കുന്നു. അതൊരു ഇച്ചിരി നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും മാറാറുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് വേദന കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ല. ഒരിത്തിരി നേരത്തേക്ക് ഒരു ശകലം നേരത്തേക്ക് വേദന വരും, പിന്നെ മാറാറുണ്ട്. പിന്നെ വിരലിന് വലത്തെ കാലിന്റെ കുഞ്ഞു വിരലിന് ചെറിയൊരു പെയിൻ ഉണ്ട്. അതിന്റെ അത് തഴമ്പാണോന്ന്, കാരണം അങ്ങനെയാണ് ഞാൻ കാല് കുത്തി നടക്കുന്നത്, അതിന്റെ ആണോന്ന് അറിയത്തില്ല. അതിന്റെ ഉണ്ട്. പിന്നെ ഇന്നലെ കുറച്ച് പെയിൻ ഉള്ളത് കൊണ്ട് ചെറിയ രീതിയിലുള്ള എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. അത് പറഞ്ഞു തന്നു നമുക്ക് അവിടെ പോയി ചെയ്യാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ 3 നേരം ചെയ്യും. ഇപ്പോൾ ഉച്ചക്കാണ് ഞങ്ങൾ ഇവിടെ എടുക്കുന്നത്. ഉച്ചയ്ക്ക് ചെയ്തു, രാവിലെ ചെയ്തു, ഇനി വൈകുന്നേരം ആകുമ്പം നമ്മളെ പോലെ ഇപ്പൊ ഇങ്ങനെയൊക്കെ മടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടും ഇവക്കാണെങ്കിൽ ജോയിൻസ് ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ജോയിൻസ് എല്ലാം അടഞ്ഞുപോയി, സ്റ്റക്കായി പോയി. അവിടെ എന്ന് വെച്ചാല് ആ ബോൺസ് രണ്ടും കൂടെ കൂടി ചേർന്ന് പോയി. ഇപ്പൊ ഇങ്ങനെ കഴിച്ച് ഇന്നലെ ഡോക്ടർ കാണിച്ചത് അത് ഇങ്ങനെ ആക്കാൻ പറ്റും, പിന്നെ ഇങ്ങനെ നമുക്ക് ആക്കാൻ പറ്റും. പുള്ളിക്കാരിക്ക് ഇങ്ങനെ വരത്തുള്ളൂ, ഷോൾഡറിൽ അങ്ങോട്ട് വരത്തില്ല, ഷോൾഡറിലോട്ട് തട്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്തത്. ജോയിൻസ് ഇല്ല, അതാണ് പ്രശ്നം. ഇപ്പൊ മുട്ടിനായാലും കാൽമുട്ടിനായാലും നട്ടലിനായാലും ഇടുപ്പിനായാലും കഴുത്തിന്റെ എല്ലിനായാലും കൈക്കായാലും ജോയിൻസ് ഇല്ല. അവിടെ എല്ലാം ജോയിന്റുകൾ കൂടിച്ചേർന്ന് പോയി. അപ്പം ഉള്ള ആ ഗ്യാപ്പിൽ കൂടെയാണ് ഈ ഉള്ള ജോയിൻസ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഡാൻസ് കളിക്കുന്ന സമയത്തൊക്കെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് വയ്യാത്ത പണിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, പിന്നെന്താ ഡാൻസ് ഒട്ടും കൊള്ളൂല, പിന്നെന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തീരെയും അങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ്സ് വരാറുണ്ട്. അല്ല സംഗതി അത് ഞാൻ അന്നേരം അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് അവളുടെ ആഗ്രഹം, അവളുടെ ഇഷ്ടം. അത് ഇപ്പം മറ്റുള്ളവർക്ക് വയ്യ അല്ലെ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യം അവൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളുടെ കഴിവും കോൺഫിഡൻസും ആണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞുതരാം. ഇത്രയും ജോയിൻസ് സ്റ്റക്കായിരുന്നിട്ട് നമുക്ക് തന്നെ നമുക്കൊരു മുട്ടുവേദന കൈവേദന കാലുവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഇടുപ്പിന് വരും വേദന. ഇവളാണ് എണ്ണയിട്ട് തരുന്നത്. നട്ടലിനും വേദനയുണ്ട്. എൻ്റെ ഞാൻ മുൻപ് ഒരു വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ നട്ടലിന് ചെറുതായിട്ട് ഉള്ളിലോട്ട് വളവുള്ളതാണ്. അപ്പം അതിൻ്റെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് നന്നായിട്ട് പെയിൻ എടുക്കാം. അപ്പം ഞാൻ വേദന വരുന്ന സമയത്ത് ഞാൻ കയറി കിടക്കുക ചെയ്യുന്നത്. എനിക്ക് എഴുന്നേറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇത്രയും ശരീരം മൊത്തം ഇത്രയും വേദന ഉണ്ടായിട്ടും അവളെ കൊണ്ട് പറ്റുന്ന ശരിയായിരിക്കും. നിങ്ങൾ പറയുന്ന സത്യം തന്നെയാണ്. നമുക്കും അറിയാം ഡാൻസ് ആണെങ്കിൽ ഡാൻസ് മോശമായിരിക്കും, നമുക്ക് തന്നെ അറിയാതെ. നിങ്ങൾ കളിക്കുന്നവണൊക്കെ ഒരു പ്രൊഫഷനിൽ ഒരിക്കലും എല്ലാ ശരീരഭാഗങ്ങളെല്ലാം വഴങ്ങി കളിക്കുമ്പോൾ ഡാൻസിന്റേതായ ഭംഗിയുണ്ട്. പക്ഷെ എന്റെ ശരീരഭാഗങ്ങൾ ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ കളിക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് അത് അവർക്ക് അതിനുള്ള കഴിവില്ല എന്നല്ല, കഴിവുണ്ട്, പറ്റുകയും ചെയ്യും. പക്ഷെ ശരീരം അതിന് അനുവദിക്കുന്നില്ല. അത്ര ഒരു പ്രശ്നമുള്ളൂ. അതിപ്പം നമുക്ക് പോകെ കുറേയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇത്രയൊക്കെ വ്യത്യാസം വന്നില്ലേ. പിന്നെ മറ്റുള്ളവർ നോർമലായിട്ടുള്ള ഒരു വ്യക്തി കളിക്കുന്നവണക്ക് അത്രയും പെർഫെക്ഷനിൽ കളിക്കാൻ പറ്റും എന്നൊന്നും നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അവൾ അവളുടേതായിട്ടുള്ള രീതിയിൽ കളിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട്. അതിൽ മോശമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ മോശമായിട്ട് തോന്നുന്ന ആൾക്കാർ ദയവ് ചെയ്ത് നമ്മുടെ വീഡിയോസ് കാണാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. അല്ല നമുക്ക് അത്രേ പറയാനുള്ളൂ. അതിനപ്പുറം വേറെ ഒന്നും പറയില്ല. അവൾ അവളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ചെയ്യണ്ട എന്ന് പറയാനായിട്ട് എനിക്കൊരു അധികാരമില്ല. ഞാൻ അവളുടെ ഭർത്താവാണെന്ന് വെച്ചിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് വില ചെയ്യാനോ അവളെ അധികാരം ചെയ്യാനോ ഉള്ള അധികാരമൊന്നും എനിക്കില്ല. ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. അത് ആ വഴിയെ തന്നെ പോവുക. ഒരിക്കലും മറ്റൊരാളുടെ ലൈഫ് തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നത്തിലോട്ടും ഒന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇടപെടേണ്ട ഒരാവശ്യമില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അവളുടെ രീതിയിൽ പോകുന്നു. പിന്നെ അവൾ ഡാൻസ് കളിക്കുന്നതിനകത്ത് വരുന്ന മണ്ണുണ്ണി, ഞാൻ മണ്ണുണ്ണി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന പിന്നെ ഉണ്ട്. പിന്നെ പറഞ്ഞത് ഇത് പെണ്ണുമ്പിളെ വീട്ടിൽ അടക്കിയിരുത്തിക്കൂടെ എന്തോ അങ്ങനെയൊക്കെ കുറെ ഞാൻ നിർബന്ധിച്ച് പൈസയ്ക്ക് വേണ്ടി ഞാൻ നിർബന്ധിച്ച് ഡാൻസ് കളിപ്പിക്കുന്നതാണ്. ഞാൻ ഡാൻസ് കളിക്ക് വീഡിയോ എടുക്കാം എന്ന് ഞാൻ പറയാറുണ്ട്, ഇല്ലാന്നൊരിക്കലും പറയുന്നില്ല.
പക്ഷേ അത് ഞാൻ പറഞ്ഞാലും അവൾക്കുണ്ടെങ്കിലല്ലേ ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ കളിക്കാൻ പറ്റും. പിന്നെ കൂടുതൽ അവൾ തന്നെ പറയാറുണ്ട് ഡാൻസിൻ്റെ വീഡിയോ എടുക്കാം, വായിച്ച ഡാൻസിൻ്റെ വീഡിയോ എടുക്കാം. ഇപ്പോൾ എൻ്റെ ഫോൺ അവളുടെ ഇരിക്കുകയാണെങ്കിലോ അവൾ തന്നെ സ്വയം ക്യാം വെച്ചിട്ട് സെൽഫി ക്യാമിലാണെങ്കിൽ അവൾ തന്നെ ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. അതൊക്കെ അവളുടെ ഒരു സന്തോഷം ഇഷ്ടത്തിലും ചെയ്യുന്നു. അത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ റുമറ്റോയിഡ് രോഗം അനുഭവിക്കുന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് എത്രയും വേഗം നിങ്ങളൊരു നല്ല ഡോക്ടറെ കണ്ടെത്തി നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കാരണം നമ്മൾ ഈ ഒരു വേദന കാരണം കുറേ അനുഭവിച്ചു, കുറേ ബുദ്ധിമുട്ട് സഹിച്ചു, ഒത്തിരി വേദന തിന്നു. ഡോറ എത്രത്തോളം വേദന തിന്നു അത്രയും തന്നെ ബുദ്ധിമുട്ട് ഞങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ റുമറ്റോയിഡ് അസുഖമുള്ള അല്ലെങ്കിൽ ആമവാദ അസുഖമുള്ള ഓരോ വ്യക്തികൾ അനുഭവിക്കുന്ന വേദനയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ വേദനയൊക്കെ നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുക. ഏറ്റവും അടുത്ത് ഏത് ഹോസ്പിറ്റലാണോ ഉള്ളത് അതൊരു റുമറ്റോയിഡ് സ്പെഷ്യലിസ്റ്റ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക. കാരണം നമുക്ക് നമ്മുടെ ഫിനാൻഷ്യലി കുറച്ച് നമ്മൾ സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് നമ്മളാണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വൈകിപ്പിച്ചു. അന്നേരം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ്. കാരണം ഇതിൻ്റെ വേദന അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരം കാര്യമൊന്നുമില്ല. എത്രത്തോളം പ്രഗ്നൻസി ടൈമിൽ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഉള്ളിലെ വേദന നമ്മൾ തന്നെ അനുഭവിക്കും. സപ്പോർട്ടായിട്ട് നമ്മുടെ ഭർത്താവും അച്ഛനും അമ്മയും ബാക്കിയുള്ളവരും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വേദന നമ്മൾ തന്നെ വേണം തിന്നാൻ. അത് നമ്മൾ പറഞ്ഞാണ് അവർക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷെ ഒരിക്കലും അനുഭവിച്ച അതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കൂടെ നിൽക്കുന്നവർക്ക് ഒരിക്കലും മനസ്സിലാവും. അത് ഫീൽ ചെയ്യും. അവരുടെ വേദന കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും എന്നുള്ളതല്ലാതെ അതൊരിക്കലും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു, ഒരു ചേച്ചിക്ക് ഇതേ സെയിം അസുഖമാണ്. ആ ചേച്ചിയുടെ ഭർത്താവ് മോനങ്ങോട്ട് 22 വയസ്സുണ്ട്. അപ്പോൾ ആ മോൻ പോലും അവരെ തള്ളിക്കളയാറുണ്ട്. നമ്മുടെ ഒരു ഷോർട്സിന് വന്നൊരു കമൻറ്റാണ് കേട്ടോ ഇത്. നമ്മൾ ഡോറയുടെ ഒരു ഷോർട്സ് എടുത്തായിരുന്നല്ലോ കുഞ്ഞുങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അതിന് വന്നൊരു കമൻറ്റാണ്. അത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി. കാരണം അത്രയും വേദന. പക്ഷെ ആ ചേച്ചി അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അത് നോട്ട് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വാശിയാണ്. ഇത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്കത് ചെയ്യണം, അത് ചെയ്തു കൊടുക്കണം എന്നത് എൻ്റെ വാശിയാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യും, മടി കൂടാതെ ഞാനത് ചെയ്യാറുണ്ടെന്ന്. അതാണ് വേണ്ടത്. അതാണ് വിജയിക്കാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത്. ഈ കളിയാക്കാനും ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും തഴയാനും ഒക്കെ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയും, നമുക്കത് പറ്റും എന്ന് നമുക്ക് സ്വയം ഒരു വിശ്വാസമുണ്ട്. ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ സ്വയം നമ്മളെ വിശ്വസിക്കുക, നമ്മൾ സ്വയം നമ്മളെ മനസ്സിലാക്കുക, നമ്മൾ സ്വയം നമ്മളെ സ്നേഹിക്കുക. ഈ മറ്റുള്ളവരൊന്നും പറയുന്ന ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവർ പറയുന്ന ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ സാധിക്കും, എന്തിനും കഴിവുണ്ടാവും നമുക്ക്. ആ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോയി. എനിക്ക് ആ ചേച്ചിയോടും പറയാനുള്ളത്, ചേച്ചിക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, ചേച്ചിക്ക് കഴിയുന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഈ വേദനയും കാര്യങ്ങളും മാറ്റും. ഇന്ന് ആ ഭർത്താവും മോനും ചേച്ചിയെ ഒരു എന്താ പറയുന്നത് തഴഞ്ഞിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ചേച്ചിക്കൊരു വില തരുന്നില്ല, അല്ലെങ്കിൽ ചേച്ചിയുടെ ഈ അസുഖം കാരണം ചേച്ചിക്കൊരു ബുദ്ധിമുട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ അസുഖം മാറിക്കഴിയുമ്പം അതിൻ്റെ ഇരട്ടി അവർ ചേച്ചിയെ അംഗീകരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പറ്റുമെങ്കിൽ ചേച്ചി ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും ഹെൽപ്പുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. ഞങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ഞങ്ങളും ചെയ്തുതരാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് പറയാനായിട്ടുള്ളൂ. എല്ലാവരോടും സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, ഏറെ ഇഷ്ടത്തോടെ ഇനിയും ഞങ്ങളുടെ ചാനലുകൾ കാണുക, വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഉള്ളവാള് തന്നെ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എനിക്കെന്ന് മാത്രമല്ല, ഗബ്രൂട്ടനെ ഇതുപോലെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം കേട്ടോ. അതുപോലെ ഞങ്ങളെ ഫാമിലി എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും ഞങ്ങളെ പ്രെയറുകളിൽ ഞങ്ങൾ ഓർക്കുന്ന എല്ലാവരും ഞങ്ങൾ പ്രെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഇന്നലെ ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിഞ്ഞു, ഒരുപാട് പേര് നമ്മൾ സംസാരിച്ചു. സിസ്റ്റർമാരായിട്ടും പേഷ്യൻസ് ആയിട്ടും ഒരുപാട്. ഇപ്പം ഞാൻ എന്താ പറയുന്നത്, വലിയ അങ്ങനെ ഒന്നും വിചാരിച്ച് പറയുന്നില്ല. എന്നെ ഇങ്ങനെ വീൽ ചെയറിലാണ് കൊണ്ട്, കാരണം 3ാമത്തെ നിലയില്ല, അവിടം വരെ എന്തായാലും നടക്കാൻ എനിക്ക് പറ്റത്തില്ല. അത് തന്നെയല്ല, ലിഫ്റ്റിനകത്തോട്ട് പോകണമെങ്കിൽ തന്നെ കുറേ ദൂരമുണ്ട്. ആ ലിഫ്റ്റിൽ വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് ഡോറ അങ്ങനെ സംസാരിച്ചെന്ന്. സ്കാനിങ്ങിന് ചെന്നിരുന്നപ്പോഴും അതുപോലായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ അത് നമ്മുടെ ഷോർട്സിനകത്തുണ്ട്. എലസ്റ്ററിലെ ഒരു റിസപ്ഷനിസ്റ്റ് ആണോ അത്?
എന്തോ അറിയില്ല ആ ഒരു കുട്ടി അപർണ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ആ ടാറ്റ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അത് ഒരുപാട് പേര് കേട്ടോ. ഇപ്പം എന്നെ ആണെങ്കിൽ പോലും ഞങ്ങളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പം സത്യം പറഞ്ഞാൽ ഈ ആൾക്കാർ വന്ന് സംസാരിക്കാൻ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ചില സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം ചില സമയത്ത് നമ്മുടെ ഒരു മാനസികാവസ്ഥ വെച്ച് ചിലപ്പം പെട്ടെന്ന് നമുക്കൊന്ന് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. എൻ്റെയൊക്കെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് കയറി സംസാരിക്കാൻ ഒരു മടിയുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവണക്കല്ല, അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അല്ല, വീഡിയോയിൽ മാത്രമേ ഞാൻ ഇതുപോലെ ആക്റ്റീവായിട്ട് സംസാരിക്കുള്ളൂ. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറി. അപ്പൊ ഒരു പയ്യൻ വന്നിട്ട് നിങ്ങള് യൂട്യൂബർ അല്ലേ, ഞാൻ ഇന്നലെയും കൂടെ വീഡിയോ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ തൊട്ടടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ചേച്ചി എന്നോടൊന്ന് പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് പേര് പറഞ്ഞത് അശ്വതി എന്ന് പറഞ്ഞു. എനിക്ക് ഇച്ചാനൊന്നുമില്ല. അപ്പൊ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇച്ചാൻ ഇച്ച മിണ്ടാത്തെ? ഞാൻ മിണ്ടി, അല്ലെങ്കിൽ സാധാരണ ഇച്ചാൻ ചെയ്യാറെന്ന് വെച്ചാൽ ആണോ സന്തോഷമുണ്ട് അങ്ങനെ പറയാം. അപ്പത്തേന് എന്തോ ആളുടെ മൂഡ് അപ്പം എന്താന്ന് എനിക്ക് അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ വരുന്ന വഴിക്ക്. അപ്പം ഇറങ്ങിയപ്പോ എലസ്തറിന്ന് ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ഇവളെ ചോദിച്ചെന്ന് തോന്നുന്നു. അപ്പൊ ഇവളെ അടുത്ത് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങോട്ടായിട്ട് പറഞ്ഞു കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ, പേടിക്കാൻ അങ്ങനെ ഒന്നും ഇല്ല, ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുള്ളൂ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഇനി ഡോക്ടറെ കൊണ്ട് കാണിക്കണോ എന്നാലും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ പോകാൻ വേണ്ടിയിട്ടാന്ന് പറയുകയും ചെയ്തു. അപ്പൊ എന്റെ മൈൻഡിൽ എന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ട് ഇനി ഡോക്ടർ എന്തായിരിക്കും പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളാണെങ്കിൽ നമുക്ക് കുറെ ചെലവ് ഈ മാസം ഉണ്ടായിരുന്നേ, കുറെ അധികം ചെലവ് വന്നു. അപ്പം അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് പൈസയൊക്കെ നമുക്ക് ഷോർട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മൊത്തത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എത്ര രൂപ, പ്രത്യേകിച്ച് അവിടെ പോകുമ്പം നല്ല രീതിയിൽ പൈസ ആവുന്നുണ്ട് പല കാര്യങ്ങൾക്കും കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ എൻ്റെ മൈൻഡിൽ ഫുള്ള് അവിടെ ഇനി എത്ര രൂപ ചിലവാകും, സ്കാനിങ്ങിന് അവിടെ ചെല്ലുമ്പോൾ സ്കാൻ കാണിക്കുമ്പോൾ ഇനി ഡോക്ടർ എന്തെങ്കിലും പറയും, ഇനി അവിടെ മെഡിസിൻസ് എടുക്കുന്നതിന് നല്ല പൈസ ആവോ, വേറെ എന്തായിരിക്കും ഇനി പറയാൻ പോകുന്ന അടുത്തത്, ഇങ്ങനെ കുറേ ചിന്തയിലാണ് ഞാൻ ഇന്നലെ ഇങ്ങനെ പോയത്. അപ്പം അതുകൊണ്ടായിരിക്കാം മേ ബി അവർ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റാണ്ടായിപ്പോയി. പിന്നെന്ന് വെച്ചാൽ അത് എന്നെ അറിയാവുന്നവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഞാൻ ഭയങ്കര സൈലന്റ് ക്യാരക്ടറാണ്. കോമൺ ആയിട്ടും ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സൈലന്റ് ക്യാരക്ടറാണ്. നമ്മുടെ പ്രസീത ചേച്ചി ഇവിടെ വന്നപ്പോഴേ സംസാരിച്ചപ്പോ ഇച്ചാൻ അങ്ങനെ സംസാരിച്ചൊന്നുമില്ല. അപ്പൊ ചേച്ചി എന്റെ അടുത്ത് പറയുന്നത്, വിനോയ് വീഡിയോയിൽ ഒത്തിരി സംസാരിക്കും, നേരിട്ട് സംസാരിക്കും, ഒരിക്കലും ഇഷ്ടക്കേടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമല്ല, ആള് പൊതുവെ അങ്ങനെയാണ്. പക്ഷെ വീഡിയോയിലും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇപ്പൊ വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിക്കുന്നവരുണ്ട്, ഇഷ്ടത്തോടെ വിളിക്കുന്നത്, അവരോടൊക്കെ ആണെങ്കിലും നിറയെ ഞാൻ ഫോണിൽ കൂടെയും സംസാരിക്കും കുറെ. ഇപ്പൊ എന്നെ ആരെങ്കിലും ഫോൺ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ കുറെ നേരം സംസാരിക്കും. കൃഷ്ണ ഇടയ്ക്ക് നമ്മളെ വിളിക്കാറില്ല, നമ്മുടെ വീഡിയോസ് കാണുന്ന കൃഷ്ണ ഇടയ്ക്ക് നമുക്ക് കമന്റ് ഇടാറുണ്ട്, ഇടയ്ക്കല്ല മിക്കപ്പോഴും കമന്റ് ഇടാറുണ്ട്. കൃഷ്ണ അത് ബിരിയാണി കൊതിച്ചാട്ടോ, അല്ല മന്തി, മന്തി കൊതിച്ച്, സോറി ബിരിയാണി കൊതിച്ചല്ല, മന്തി കൊതിച്ച്, കൃഷ്ണ മന്തി കൊതിച്ച്, ഞാൻ അങ്ങനെയാണ് സേവ് ചെയ്തേക്കുന്നത്. അങ്ങനെയാ. അപ്പൊ കൃഷ്ണ ഇതുപോലെ വിളിക്കും, തൃശ്ശൂർ ആളുടെ വീട്. അപ്പത്തേനും ഇതുപോലെ വെച്ചിട്ട് ഒരുപാട് അധികം സംസാരിക്കത്തില്ല. കൃഷ്ണ വിളിക്കുമ്പോൾ ഞാനായിട്ട് കൂടെ സംസാരിക്കുന്നേ. അതുപോലെ മായാവി ആരെയൊക്കെ വിളിച്ചാലും എന്നോടല്ല അധികം സംസാരിക്കുന്നത്, ഇവര് മൂന്നുപേരുമാണ് അധികം സംസാരിക്കുന്നത്. അല്ല, ഞാന് ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും ഈ വീഡിയോയിലാണെങ്കിലും ഞാൻ ഒരുപാട് സംസാരിക്കും. പക്ഷെ എനിക്ക് ഒരാളെ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആണോ ചുരുക്കം. ഇപ്പൊ വീട്ടിൽ നിന്ന് അച്ഛന് അവിടെയൊക്കെ വരും. എന്റെ അച്ഛനെ സംബന്ധിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയല്ലേ അങ്ങനത്തെ ഉള്ള നാട്ടുകാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇച്ചാനെങ്ങനെ അറിയോ മിണ്ടത്തേ ഇല്ല. അച്ഛൻ ചായ കുടിച്ചാല് പിന്നെ അച്ഛാ തീർന്ന ഒരു വാക്കെ പണിയുണ്ട്, പണിക്കൊന്ന് പോയാ അങ്ങനത്തെ പറയും. ശരി അച്ഛ, എത്ര ചുരുക്കം ചില വാക്കുകളെ പറയത്തുള്ളൂ. അച്ഛനെന്നല്ല, പൊതുവെ പുറത്തുനിന്ന് ആര് വന്നാലും നമ്മളെ ഡി കേരള മേഡം ഇടയ്ക്ക് പറയാറുണ്ട്, ഇവനെ വീഡിയോ കാണുമ്പോൾ ഇവനങ്ങ് ഭയങ്കര വാർന്ന് സംസാരിക്കും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒന്നും മിണ്ടത്തില്ല. അത് എന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അത് പലർക്കും അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ അങ്ങനെ നേരിൽ അധികം, അതും ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരുമായിട്ടും അറിയാം, നേരിലാണെങ്കിൽ പോലും ഒന്നെങ്കിൽ നാസിയോടോ അല്ലെങ്കിൽ ഇവള് അല്ലെ ഷെമി, പിന്നെ നമ്മുടെ ലുട്ടാപ്പി, മിഥുനായിട്ടും അത്രയില്ല. മിഥുനോട് ഞാൻ സംസാരിക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെ നാസി എടുത്തും ലുട്ടാപ്പി എടുത്തും ഇവളെടുത്തൊന്നും സംസാരിക്കുന്നില്ല. അത്രയും അങ്ങോട്ട് ഫ്രീഡം എടുത്തൊന്നും ഞാൻ സംസാരിക്കാറില്ല. എനിക്ക് ഫ്രീഡം ഉണ്ട് എന്ന് തോന്നുന്ന സ്ഥലത്ത് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കും. അവിടെ കുറച്ച് പരിമിതി ഉണ്ട് എന്ന് തോന്നുന്നിടത്ത് ഞാൻ അവിടുത്തെ സംസാരം കുറവായിരിക്കും. പിന്നെ എനിക്ക് ഇപ്പം ഞാനിവിടെ അമ്മയായിട്ടൊക്കെ പണ്ട്
എൻ്റെ അമ്മയായിട്ടൊക്കെ പണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിക്കുമായിരുന്നു. അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടം. ശരി, അമ്മ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നേരം സംസാരിക്കുമായിരുന്നു. ഒത്തിരി വിശേഷങ്ങൾ പറയും. ഇപ്പം പണ്ടൊക്കെയെന്ന് വെച്ചാല് ഈ ടിക്ടോക്ക് ഉള്ള സമയം, പിന്നെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് പെൺപിള്ളേർ ഒന്ന് മിണ്ടി, എൻ്റെ അടുത്ത് കുറെ പെൺപിള്ളേർ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ജാടയൊന്നും പറയല്ല കേട്ടോ, ഞാൻ അഹങ്കാരം പറയാം, ജാട പറയുന്നില്ല. അല്ല, അഹങ്കാരം പറയും, ജാട പറയല്ല. എൻ്റെ അടുത്ത് അങ്ങനെ കുറെ കുട്ടികളെ ഇല്ല, എൻ്റെ അടുത്ത് കുറെ കുട്ടികളെ ഒന്ന് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ ഞാൻ ഓരോ ദിവസത്തെയും വിശേഷം അത് എൻ്റെ അമ്മയുടെ തന്ന് ഷെയർ ചെയ്യായിരുന്നു. ഞാൻ അമ്മയെ അന്ന് ഭയങ്കരമായിട്ട് ഒത്തിരി സംസാരിക്കും, കൂട്ടുകാരെ പോലെയായിരുന്നു ഞാനും അമ്മയും കൂടെ. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ഞാൻ അമ്മയടുത്തുള്ള സംസാരം എനിക്ക് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ തന്നെ ആണെങ്കിലും ഞാൻ പൊതുവെ ഒരു സൈലന്റിലോട്ട് ഇപ്പം നേരത്തേക്കാളും പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവളുമായിട്ട് തന്നെ നേരത്തെ എന്ന് വെച്ചാൽ ഞങ്ങൾ തമാശ പറയും, ചിരിക്കുകയും ഇങ്ങനെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അതും ഞാനങ്ങ് കുറഞ്ഞു. മേ ബി ടെൻഷൻ കൊണ്ടും ഈ പ്രഷർ കൊണ്ടും ഓരോ ഇപ്പൊ എനിക്ക് കൂടുതൽ സമയമൊന്നും കിട്ടുന്നില്ല പല കാര്യത്തിനും വേണ്ടിയിട്ട്. ഞാൻ ഈ കോഴിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 12 മണി, ചിലപ്പോൾ 2 മണിക്കൊക്കെയാണ് ഞാനൊന്ന് ഫ്രീ ആവുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവള് കയറി കിടന്ന് ഉറങ്ങും കുഞ്ഞുമായിട്ട്. പിന്നെ നമുക്കൊന്നും സമയം കിട്ടുന്ന സമയത്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, എടുത്തിടുന്നതൊക്കെ. അപ്പൊ എല്ലാം കൊണ്ടും ഇതായതുകൊണ്ടായിരിക്കാം ഇപ്പൊ എൻ്റെ ഒരു ക്യാരക്ടറിൽ വീണ്ടും ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്, അറിയില്ല. പക്ഷെ ഞാൻ പൊതുവെ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ മിണ്ടുകയും പറയുകയും ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഞാനും മിണ്ടും. പെട്ടെന്ന് എനിക്ക് മിണ്ടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ മിണ്ടാറുണ്ട്. എനിക്ക് ഏറ്റവും വിഷമമായെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ട് ഡോറയായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അന്നും ഇതുപോലെ അന്ന് ഒന്നെന്ന് വെച്ചാൽ ലേറ്റായിപ്പോയി. 12 മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞവർക്ക് ഞങ്ങൾ 12 മണിയായപ്പം ദളവപുരം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു പയ്യൻ വന്ന് ബൈക്കിൽ വന്നിട്ട്, നിങ്ങൾ വീഡിയോ ചെയ്യുന്നില്ലേ, വീഡിയോസ് കാണാറുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ, ആണോ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ടെൻഷൻ മൊത്തം സമയത്ത് എത്തുമോ, അവിടെ എത്തിയില്ലെന്നുണ്ടെങ്കിൽ OP നമ്പർ നമുക്ക് ഇട്ടേക്കുന്ന 12 മണിക്കത്തേക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് കിട്ടുമോ ഇല്ലയോ അങ്ങനെയുള്ള ടെൻഷൻ. എനിക്ക് ആ പയ്യൻ്റെ അടുത്ത് പേര് ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല. അതെനിക്ക് ഭയങ്കര വിഷമമായ ഒരു കാര്യം. ഞാൻ ആ പയ്യൻ മിക്കവാറും വിചാരിച്ചാണ് നമുക്ക് ജാടയാണെന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ മിണ്ടാറുണ്ട്, എല്ലാവരുടെ കാണുമ്പോൾ സംസാരിക്കാനും പറയാറുണ്ട്. എല്ലാവരുടെ അടുത്തും സംസാരിച്ച് തീരുമ്പോൾ നന്ദിയും പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അതാണ് എൻ്റെ ക്യാരക്ടർ. പിന്നെ ചില സമയത്ത് നമുക്ക് എന്താ പറയുക, ഓരോ ടെൻഷനും കാര്യങ്ങളും വരുമ്പോൾ ഓരോ വ്യത്യാസങ്ങൾ വരും. അത് ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്, ഇനി ആരെങ്കിലും വന്ന് അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കലേന്ന് ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞാണ്. കാരണം ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒത്തിരി പേര് വന്ന് സംസാരിക്കുന്നുണ്ട്. പണ്ടത്തെക്കാളും ഒരുപാട് പേര് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഫേസ്ബുക്കിലും കൂടെ നമ്മൾ വീഡിയോസ് ഇടാൻ ആക്റ്റീവ് ആയതുകൊണ്ട്. ആരായിരുന്നു, ഏതോ ഒരു അണ്ണൻ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നില്ലേ? ആയിഷ് ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്. അല്ലല്ല, ഇന്നലെ തിരിച്ച് എന്നെ കൊണ്ടുവന്ന അറ്റൻഡർ ചേട്ടൻ തിരിച്ച് പോരാൻ നേരത്തെ ഒരു ചേട്ടൻ കൊണ്ടുവന്നില്ലേ, ആ ചേട്ടൻ അവിടെ വീഴ്ച ഇരുത്തി. അപ്പൊ ഞാൻ പറയാം, എന്നെ ചെയറിലോട്ട് ഇരുത്തിയാൽ മതി, ഫാർമസി പോയിട്ട് വരുമെന്ന്. അപ്പം ആ പയ്യൻ എന്നെ കയ്യെ പിടിച്ചിട്ട് താന്ന ചെയറായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പയ്യൻ എന്നെ കയ്യെ പിടിച്ചിട്ട് ഇരുത്തി. അന്നേരം എൻ്റെ അടുത്ത് ചോദിച്ചു, ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങളല്ലേ? ഞാൻ അതേന്ന് പറഞ്ഞു, കാണാറുണ്ട് കേട്ടോ, സന്തോഷം എന്ന് പറഞ്ഞ് ആള് പയ്യൻ ഇങ്ങനെ ചെയ്തിട്ട്. അപ്പൊ ഞാനും പറഞ്ഞു, ആണോ, ഒരുപാട് സന്തോഷം. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും ശരി തന്നെ ഒരുപാട് പേര്. ഇപ്പം അഴീക്കിൽ ഞാൻ നാസിങ്ങോട് 2 ദിവസത്തിന് മുമ്പേ പോയായിരുന്നു. നാസിയുടെ വീട്ടിലെ ടാങ്ക് വൃത്തിയാക്കാൻ പോയി. അന്നാണെങ്കിൽ ടാങ്ക് വൃത്തിയാക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അഴീക്കിൽ പോയപ്പം കുറെ പേര് വന്ന് കമന്റ് ഇട്ട്, നിങ്ങൾ അഴീക്കിൽ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ചേച്ചി കൊച്ചായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇവർ വീഡിയോ ചെയ്യുന്നവരല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഇനി നമ്മളെ തന്നെയാണോ പറയുന്നത് അല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ടാണ്. അപ്പൊ ഞാൻ അങ്ങനെ അതുകൊണ്ട് ആ ചേച്ചി പറയുന്നത് അങ്ങനെ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ അടുത്തൊന്ന് മിണ്ടുവാണെങ്കിൽ മിണ്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ചേച്ചിയും കൊച്ചും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് അങ്ങോട്ട് നടന്നു പോകും, നമ്മുടെ അടുത്തൊന്നും പറയുന്നില്ല. പിന്നെ കുറെ ആൾക്കാർ വന്ന് ചിരിച്ചിങ്ങനെ ജസ്റ്റ് ചിരിച്ച് കാണിക്കും, നിങ്ങൾ അതല്ലേ എന്ന് പറയുമ്പോൾ ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം എന്താ പറയാ, വണ്ടിയിൽ പാസ് ചെയ്ത് പോകുന്ന വഴിക്ക് ചിലപ്പോ കാറിനൊക്കെ ആണെങ്കിൽ തിരിഞ്ഞു കൈ കാണിക്കും. അത് വണ്ടിക്കകത്ത് കൈ കാണിക്കും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സൈഡിൽ കൂടെ ഒരു കാർ ഇങ്ങനെ വന്നു. ഞാൻ നോക്കിയപ്പോ ഇവളിങ്ങനെ ബൈക്കിന്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് എന്റെ ഫ്രണ്ടിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഇവളിങ്ങനെ ഇരുന്ന് കൈ കാണിക്കും. ഞാൻ ചോദിച്ചാൽ ആരെ കൈ കാണിക്കും? അത് ആ കാറിൽ പോയി അവര് കൈ കാണിച്ചാന്ന് പറഞ്ഞു. അപ്പം അതുപോലെ ഒരുപാട് പേര് നമ്മളെ അറിഞ്ഞ് ടാറ്റയൊക്കെ തരുന്നുണ്ട്. അപ്പൊ ഒരുപാട് സമയമായി കേട്ടോ, എനിക്ക് പോകാനും സമയമായി. അപ്പൊ കൂട്ടുകാരെ, പറഞ്ഞ ടോപ്പിക്കിന്ന് മറുപോയി. അപ്പൊ അതുപോലെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി പ്രാർത്ഥിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.